പൊൻപൈതലേ നിന്നെ വാഴ്ത്തിടുന്നിതാ ഞങ്ങൾ. മെരി ക്രിസ്മസ്. നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നാളെ ക്രിസ്തുമസ് ആയില്ലോ അല്ലേ? ലോകമെമ്പാടും സമാധാനം സ്ഥാപിക്കാനായിട്ട് യേശുദേവൻ ജനിച്ച ദിവസം അല്ലേ? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ലോകത്തിൽ എപ്പോഴെപ്പോഴൊക്കെ അധർമ്മം നടമാടുന്നു അപ്പോഴെല്ലാം ഞാൻ ഈ ഭൂമിയിൽ അവതരിക്കുന്ന പറഞ്ഞേക്കണത്. അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പിന്നെ യേശുദേവനും ജനിച്ചു. ഇതുപോലുള്ള എല്ലാ അവതാരങ്ങൾക്കും അവതാര പുരുഷന്മാർക്കും ഒരുപാട് സഹിക്കേണ്ടതായി വന്നിട്ടുണ്ട് അല്ലേ? കൃഷ്ണനായാലും രാമനായാലും ഏത് അവതാരം എടുക്കുമ്പോഴും ധർമ്മ സംസ്ഥാപനം ചെയ്യണമെങ്കിൽ കുറേ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ അവർ അതൊക്കെ സഹിച്ച് അവർ ധർമ്മം സ്ഥാപിക്കുകയാണ്. എന്തായാലും 32 വർഷം ജീവിച്ച് ലോകത്തിന് സമാധാനവും സന്തോഷമൊക്കെ നൽകാനായിട്ട് പ്രയത്നിച്ച ക്രിസ്തുദേവൻ്റെ ജനനത്തിൽ ലോകമെമ്പാടും സന്തോഷപൂർവ്വം കൊണ്ടാടുകയാണ് ഈ ക്രിസ്തുമസ് ദിനം. അപ്പം ഞങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാവരും ഇവിടെ ഇന്നലെ കഴിഞ്ഞ ദിവസം സ്കൂളൊക്കെ പൂട്ടിയപ്പോൾ എൻ്റെ കുഞ്ഞുമക്കളൊക്കെ എത്തി. അവരൊക്കെ ആ ക്രിസ്തുമസിൻ്റെ കേക്ക്, ക്രിസ്തുമസ് ട്രീ, അലങ്കാരങ്ങൾ എല്ലാ സാധനവും കൊണ്ടുവന്നിട്ട് അവരിങ്ങനെ ഭംഗിയായിട്ട് ഇവിടെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളാശംസകൾ അർപ്പിക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞ് ക്രിസ്തുമസിൻ്റെ ഒരുക്കം എൻ്റെ കുഞ്ഞു മക്കളുടെ ഒരുക്കങ്ങളാണ് കേട്ടോ. അതൊന്ന് നിങ്ങൾക്ക് കാണാം. അവർ അവിടെ ഒരുക്കി വെച്ചേക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഈ സന്തോഷം നമുക്കെല്ലാവർക്കും ഇന്ന് രാത്രി അല്ലേ, 3 ദിവസമായി ഞങ്ങളുടെ വീട്ടിൽ ക്രിസ്തുമസിൻ്റെ കരോൾ വന്നു തുടങ്ങിയിട്ട് കേട്ടോ. എല്ലാവരും സന്തോഷത്തിലാണ്. 3 ദിവസം, ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, ഇന്നലെ രാത്രിയും വന്നു, ഇന്ന് രാത്രി ഉണ്ടാവുമോ അറിയില്ല. 3 ദിവസമായിട്ട് ഇവിടെ സ്ഥിരം കരോൾ വന്നുകൊണ്ടിരിക്കുക. അവിടെ ജാതി മതമൊന്നും നോക്കിയിട്ടല്ല, ഹിന്ദുക്കളും കൊണ്ടുവരുന്നുണ്ട്, ക്രിസ്ത്യാനികളും കൊണ്ടുവരും. അപ്പോൾ എല്ലാ ആൾക്കാരും ഇങ്ങനെ വരുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സ് നിറച്ച് സന്തോഷമാണ് കേട്ടോ. വളരെ സന്തോഷമാണ് ഇത് കാണാനും ഇതിൻ്റെ ശബ്ദം കേൾക്കാനും ആശംസകൾ കേൾക്കാനും ഒക്കെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ ക്രിസ്തുമസിൻ്റെ ആശംസകൾ അറിയിക്കുകയാണ് കേട്ടോ. ഒരു വട്ടം കൂടി ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഓക്കെ. ഗോശാലയിൽ പൂജാതനായി രാജാതിരാജനിന്ന് ബേദിലഹേം താഴ്വരയിൽ ആനന്ദധ്വനി മുഴങ്ങി. തപ്പുതാളം മേളമോടെ വീണമീട്ടി ആർത്തുപാടാം. ദേവാദിദേവൻ പിറന്ന രാത്രിയിൽ, ശാന്തരാത്രിയിൽ ഗോശാലയിൽ ഭൂജാതനായി രാജാതിരാജനിന്ന്. പുലരിമഞ്ഞു പോലെ പവിഴകാന്തിയോടെ അഴക് ചാത്തി വന്നുദിച്ച ദിവ്യതാരമേ, ലോകപാപമെല്ലാം തോളിലേറ്റിടാനായി എളിമയോടെ ജാതനായ മഹിത സ്നേഹമേ, പൊൻപൈതലേ നിന്നെ വാഴ്ത്തിടുന്നിതാ ഞങ്ങൾ. മെരി ക്രിസ്മസ്.